ബൈബിൾ ഒരിക്കലും തറ വയ്ക്കാൻ തോന്നിയിട്ടില്ല. വചനം വായിക്കുന്നതോറും വിശ്വാസം കൂടി. യേശുമാന്റെ സ്നേഹത്തിൽ ഒരു അഗാധ ബന്ധത്തിൽ വന്നിട്ട് ഒരിക്കലും യേശുവിനെ പിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ മരത്തിൽ കയറിയിരുന്ന് ബൈബിൾ വായിക്കും. തിരിച്ച് അവരാരും കാണാത്ത രീതിയിൽ വേറൊരു മരത്തിൽ ഇത് മഴയൊന്നും നനയാതെ പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിച്ച് വേറെടുത്ത് വയ്ക്കുമായിരുന്നു. ഗിഡിയോൺസിന്റെ ബൈബിളായിരുന്നു. ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനലിലൂടെ വാർത്തകളും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ PT സുബ്രഹ്മണ്യനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് തന്റെ തീരെ ചെറിയ പ്രായത്തിൽ പുതിയ നിയമത്തിന്റെ ഒരു കോപ്പി കരങ്ങളിൽ ലഭിക്കുകയും അത് വായിച്ചതിലൂടെ യേശുവിനെ കണ്ടുമുട്ടുകയും ചെയ്ത സുബ്രഹ്മണ്യന്റെ ജീവിതം അത്ഭുതകരമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും താൻ വിശദമായി നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഡോക്ടർ PT സുബ്രഹ്മണ്യൻ. ഞാൻ ഒരു സെമിനാരി അധ്യാപകൻ ആയിട്ടാണ് പ്രധാനമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വന്നിട്ട് 31 വർഷം ആകുന്നു. എൻ്റെ ടീനേജ് പ്രായത്തിൽ, എൻ്റെ ഒരു 16-17 വയസ്സിലാണ് എനിക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ 1993 എനിക്ക് സുവിശേഷം ലഭിക്കുന്നത്. കോളേജിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ ഒരു പുതിയ നിയമം നൽകി. അത് മത്തായി മുതൽ വെളിപ്പാട് വരെ 4 പ്രാവശ്യം 27 പുസ്തകങ്ങൾ 93-94 കാലഘട്ടത്തിൽ ആ ഒരു അധ്യയന വർഷത്തിൽ വായിക്കുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ സ്നേഹം, ആ ശബ്ദം പുതിയ നിയമത്തിലൂടെ മനസ്സിലാക്കുവാനും, യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവം, ഞാൻ ഒരു പാപിയാണ്, അപ്പോൾ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, യേശുവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു എന്നുള്ള ആ ഒരു രക്ഷയുടെ സുവിശേഷം എനിക്ക് ലഭിക്കാനിടയായി. അങ്ങനെ 94 കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി അറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ജനിച്ചു വളർന്നത് നെയ്യാർ ഡാം വീരണകാവിലാണ്. അവിടെ ഒരു ഹൈന്ദവ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവിൻ്റെയൊക്കെ സ്വദേശം മംഗലാപുരം, കാസർഗോഡാണ്. അവിടുന്ന് ഒരു 100 വർഷമായിട്ട് അവർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരായിട്ട് തിരുവനന്തപുരത്ത് വന്നവരാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം. 16-ാമത്തെ വയസ്സിലാണ് ബൈബിൾ കയ്യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബൈബിളിന്റെ ഭാഗം. അപ്പം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു ബാലകനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എന്താ ഒരു അട്രാക്ഷൻ തോന്നിയത്? ബൈബിള് കിട്ടിയപ്പോൾ ആദ്യമായിട്ടാണ് ബൈബിള് കിട്ടുന്നത്. കേരളത്തിലെ നമുക്കൊരു ധാരണ, കേരളത്തിൽ എല്ലാവർക്കും ക്രിസ്തുവിനെ ബൈബിളും അറിയാവുന്നതാണ്. അത് വെറുതെയാണ്. ഇപ്പോഴും ഒത്തിരി പേർക്ക് അറിയത്തില്ല. അപ്പോൾ ബൈബിള് വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് മത്തായി സുവിശേഷം, അതിൻ്റെ വംശാവലി ഒക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അബ്രഹാം ആരാണെന്നോ ദാവീദ് ആരാണെന്നോ അതിൽ പറയുന്ന യഹൂദ വംശാവലിയിലുള്ള പേരുകളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്കതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പക്ഷെ ബൈബിളിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത അതിന് ഉള്ള ആ വചനങ്ങളിൽ ഉള്ള ദൈവത്തിൻ്റെ വചനത്തിനുള്ള ജീവനും ചൈതന്യവും അതെൻ്റെ ആത്മാവിനെ, മനസ്സിനെ വളരെ അഗാധമായിട്ട് സ്പർശിച്ചു. എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റി. ഒന്നാതെ അന്ന് ഒരു കൂട്ടുകുടുംബ പശ്ചാത്തലത്തിൽ ഒത്തിരി മാനസികമായ പ്രതിസന്ധികളിലൂടെയൊക്കെ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സന്തോഷം ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റിയ ദൈവത്തിൻ്റെ ജീവൻ്റെ വചനങ്ങൾ എൻ്റെ ആത്മാവിനെ സ്പർശിച്ചു. അതാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ ബൈബിള് വീണ്ടും വീണ്ടും വായിക്കാൻ ഒരു ആവേശം ഉണ്ടായി. ബൈബിൾ ഒരിക്കലും തറ വയ്ക്കാൻ തോന്നിയിട്ടില്ല. അത് വീട്ടുകാരെതിരായി. അപ്പം ഞാൻ പുതിയ നിയമം വീട്ടിൽ കണ്ടെടുത്തപ്പോൾ അവരതിനെയൊക്കെ മാറ്റി, വീട്ടിൽ വയ്ക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതിന് ഞാൻ കവറിനകത്ത് പൊതിഞ്ഞ് മരങ്ങളിലൊക്കെ സൂക്ഷിക്കുമായിരുന്നു. വീട്ടുകാരെ അറിയാതെ വീട്ടിൽ അകത്ത് കയറ്റത്തില്ല. അപ്പം അങ്ങനെ മരത്തിൽ കയറിയിരുന്ന് ബൈബിൾ വായിക്കും. തിരിച്ച് അവരാരും കാണാത്ത രീതിയിൽ വേറൊരു മരത്തിൽ ഇത് മഴയൊന്നും നനയാതെ പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിച്ച് വേറെടുത്ത് വയ്ക്കുമായിരുന്നു. ഗിഡിയോൺസിന്റെ ബൈബിളായിരുന്നു. അപ്പം അങ്ങനെ 1 വർഷം കൊണ്ട് 4 പ്രാവശ്യം ആ ഒരു ബൈബിൾ മുഴുവൻ വായിക്കാൻ പറ്റി. അതായത് പുതിയ നിയമം 27 ദിവസം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ബൈബിൾ വായിച്ചപ്പോൾ യേശു രക്ഷകനാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് തന്നെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നതായിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവവുമായിട്ടും വചനം വായിക്കുന്നതോറും വിശ്വാസം കൂടി.
അപ്പോൾ അങ്ങനെ യേശുവുമായിട്ട് സ്നേഹത്തിൽ ഒരു അഗാധ ബന്ധത്തിൽ വന്നിട്ട് ഒരിക്കലും യേശുവിനെ പിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതി എവറി ഡേ ഐ നീഡ് ജീസസ്. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വേദപുസ്തകം പുതുതായിട്ട് വായിച്ച ഒരാളെ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമോ ഒരു കാര്യമോ വളരെ ടച്ച് ചെയ്ത ഭാഗം ഏതാണ് സത്യത്തിൽ? അത് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്, സുവിശേഷത്തിലുള്ള. അപ്പം യേശുവിൻ്റെ സ്നേഹം, അതുപോലെ യേശു നമുക്ക് ജീവൻ നൽകുന്നു, അതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വലുതാണ് എന്നുള്ളത്, അതുപോലെ നമ്മളെ തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് ഒക്കെ തകർന്ന വ്യക്തിക്ക് യേശു കൊടുക്കുന്ന സൗഖ്യങ്ങൾ, യേശു കൊടുക്കുന്ന ആശ്വാസം, ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം, യേശു ജീവൻ തന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള നല്ല ചിന്തകൾ ഞാൻ കേൾക്കുന്നത്. ഈ സത്യത്തിൽ ഒരു ഹൈന്ദവ പശ്ചാത്തലമായിരുന്നുകൊണ്ടേ ഈ മരണാനന്തര ജീവിതം അല്ലെ ആത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ചെറിയ ബോധ്യം കാണുമല്ലോ. എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ളത്? അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഫിലോസഫിക്കൽ ഹിന്ദുയിസത്തിലേക്ക്, ഉപനിഷത്തിക് ഹിന്ദുയിസത്തിൻ്റെ തത്വങ്ങൾ ഒരു പോപ്പുലർ ഹിന്ദുയിസം സാധാരണ കാണുന്ന ഹിന്ദു ട്രഡീഷൻസിൽ ഉണ്ട്. എങ്കിലും ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഫിലോസഫിക്കൽ ഹിന്ദുയിസത്തിലേക്ക് വന്നിട്ടില്ല. ഒരു 10-16 വയസ്സാകുന്നേ ഉള്ളൂ. 8 വയസ്സ് മുതൽ ഞാൻ ഈ ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മാവന്മാരും അപ്പൂപ്പനും ഒക്കെ കൊണ്ടുപോയി. അവരുടെ കൂടെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പൂജാവിധികൾ, കർമ്മങ്ങളൊക്കെ. അപ്പോൾ ഒരു ടെമ്പിളിൻ്റെ ഒരു റിച്വലിസ്റ്റിക് ട്രഡീഷനിലും അവിടെയുള്ള ആ മൂർത്തികളെ ആരാധിക്കുക, അവിടെയുള്ള കർമ്മങ്ങൾ ചെയ്യുക, ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് വന്നത്. അപ്പം കൂടുതലും ഈ ഓരോ പൂജാവിധികൾ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക, റിച്വൽസ് ചെയ്യുക, അങ്ങനെ ഒരു റിലീജിയനായിരുന്നു. അതിൽ നിന്ന് യേശുവിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻ്റലക്ച്വലായിട്ടും എൻ്റെ 16-17 വയസ്സിലുള്ള എൻ്റെ ജീവിതത്തോടുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ തരുന്ന, ജീവനുള്ള വചനങ്ങൾ എനിക്ക് മീനിങ് തരുന്ന, അർത്ഥം തരുന്ന കുറച്ചുകൂടെ വളരെ ആഴമായിട്ടുള്ള ചിന്തകൾ യേശുവിൻ്റെയാണ് എനിക്ക് ആദ്യം ലഭിക്കുന്നത്. അതായത് മറ്റേത് വെറും ചടങ്ങുകൾ മാത്രമായി നിൽക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ജീവനുള്ള, വ്യക്തിപരമായി എന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു, തോന്നി. അർത്ഥം തരുന്ന, ഒരു ജീവിതത്തിനൊരു മീനിങ്, ഡീപ്പ് മീനിങ് തരുന്ന വചനങ്ങളാണ് യേശുവിൻ്റെത്. ജീവിതത്തിനെ അടിത്തറ ഇടാനായിട്ട് ഇത് നല്ലതാണ് എന്ന് വളരെ ബോധ്യമുണ്ടായി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇപ്പം ഈ ബൈബിള് വായിച്ചു, 1 വർഷം കൊണ്ട് ബൈബിള് വായിച്ചു, അടുത്ത ഒരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? അത് അന്ന് 16-17 വയസ്സ്, ഒരു മൈനറേ ആയിട്ടുള്ള ഒരു പൗരനായിട്ടില്ല, ഒരു ബാലനാണ്. അപ്പം എനിക്കറിയാം ഒരു വളരെ ഓർത്തഡോക്സ് കൺസർവേറ്റീവ് കുടുംബമാണ്. അപ്പോൾ തന്നെ അന്ന് വളരെ മതചിന്ത, ജാതി ചിന്തയുണ്ട്. അപ്പം മറ്റു ഹൈന്ദവരോട് പോലും സഹകരിച്ചുകൂടെന്നുള്ളതാണ്, ജാതിയിൽ കുറഞ്ഞു വരുന്നൊക്കെയുള്ള ചിന്തയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് വേറൊരു മതത്തിലേക്ക്, ക്രിസ്തു വിശ്വാസത്തിലേക്ക് പോകുക എന്നൊക്കെ ഉള്ളത് ഒരിക്കലും കുടുംബത്തിൽ ഉള്ള ആൾക്കാർ അംഗീകരിക്കത്തില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വിഗ്രഹ ആരാധനയും അന്നത്തെ പല ബഹുദൈവ വിശ്വാസങ്ങളിൽ തുടരാൻ പറ്റത്തില്ല. ഏകദൈവ വിശ്വാസമേ ഉള്ളൂ. ആ ഏകദൈവം മനുഷ്യനായി, യേശുവായി ഭൂമിയിലേക്ക് വന്നു, ഒരു രക്ഷാകര പ്രവൃത്തി ചെയ്തു. ആ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. ആ യേശുവിനോട് കൂടെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള തീരുമാനം ഞാൻ 16-17 വയസ്സിൽ എന്ത് വന്നാലും അത് എടുത്തു കഴിഞ്ഞു. പക്ഷെ അത് വീട്ടിലേക്ക് എങ്ങനെ അവതരിപ്പിക്കും, അപ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ്, പുറത്തുനിന്ന് ഒരാളുടെ ഇൻഫ്ലുവൻസ്, ഈ പറയുന്ന പോലെ നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എൻ്റെ കൂട്ടുകാരൻ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ലൂഥറൻ മിഷൻകാരൻ, ഒരു ശിവകുമാർ എന്നുള്ള വ്യക്തിയായ എന്നോട് സുവിശേഷം പറഞ്ഞത്. അത് കോളേജിൻ്റെ കോറിഡോറിലൂടെയൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ യേശുവിൻ്റെ വചനങ്ങൾ പറയുക, അത് ഞാൻ അട്രാക്റ്റ് ആവുകയും പിന്നെ അദ്ദേഹത്തോട് ഞാൻ ബൈബിള് ചോദിച്ചിട്ട് അദ്ദേഹം എനിക്ക് കൊണ്ടുവന്നു. അതൊരു സ്നേഹിതൻ എന്നുള്ള നിലയിലുള്ള ഇടപെടൽ. എന്നിട്ട് ഇത് വായിച്ചപ്പോൾ എനിക്ക് പലപ്പോഴും ഇതിൻ്റെ പശ്ചാത്തലം, പഴയ നിയമ പശ്ചാത്തലം, ബൈബിളിൻ്റെ ആമേൻ എന്നുള്ള വാക്ക് അതുപോലും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിത് ചോദിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു. അല്ലാതെ ഒരു പ്രാവശ്യവും ഒരു ക്രിസ്ത്യാനി ആകണമെന്നുള്ള
ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. ആകെ ഉള്ള സ്വാധീനം പുതിയ നിയമത്തിൻ്റെ സ്വാധീനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനമാണ്, യേശു എന്നോട് സംസാരിച്ചതാണ്. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട് തന്നെ ഞാൻ സ്വീകരിച്ചതാണ്, അല്ലാതെ വേറൊരാളുടെ ഒരു പരപ്രേരണ ഒരിക്കലും ഉണ്ടായിട്ടില്ല. യേശു സംസാരിച്ചെന്ന് പറയുമ്പോൾ യേശു നമ്മുടെ സ്വപ്നത്തിൽ വന്നോ അല്ലെങ്കിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടോ സംസാരിച്ചു എന്ന അർത്ഥത്തിലാണോ, അതോ ബൈബിൾ വായിച്ചപ്പോൾ ആ വചനങ്ങൾ സംസാരിച്ചു എന്ന അർത്ഥത്തിലാണോ സാർ പറയുന്നത്? ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത് യേശു വചനങ്ങളിലൂടെ സംസാരിച്ചു. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒത്തിരി സന്ദർശനങ്ങളും, ഞാൻ ആ സമയത്ത് ഒത്തിരി വേദനിക്കുകയും കുടുംബ പശ്ചാത്തലത്തിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വസ്തുക്കൾ കുറച്ചുണ്ടായിരുന്നു, അതിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ ബന്ധുക്കളുടെ കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഉള്ള ഒത്തിരി സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൊച്ചിലെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മറ്റ് പഴയ ദൈവങ്ങളോടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എന്നാൽ ആ സമയത്ത് വളരെ യേശുവിനോട് നിലവിളിച്ചിരുന്നു പല കാര്യങ്ങൾ. യേശുവിനോട് എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ ഒരു ആശ്വാസം, പ്രാർത്ഥനയ്ക്ക് മറുപടി. അപ്പം അതുപോലെ വചനങ്ങൾ എനിക്ക് എൻലൈറ്റൻമെൻറ്റ് ചെയ്ത് എന്നോട് സംസാരിക്കുക, എൻ്റെ ആത്മാവിനും ഹൃദയത്തിനും ഉണ്ടാകുന്ന ആശ്വാസം, വളരെ ഒരു കംഫർട്ടിങ് പ്രസൻസ് എനിക്ക് എപ്പോഴും യേശുവിൻ്റെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ യേശുവിലേക്ക് വന്നത്. ഓക്കെ, ജീസസ് ഈസ് റിയൽ. അടുത്ത സ്റ്റെപ്പ് ഇത് ഈ വിശ്വാസം വീട്ടിലേക്ക് വന്നു, അത് വീട്ടുകാരോട് അവതരിപ്പിച്ചു. വീട്ടിൽ നേരിട്ട് പോയി പറയുകയാണോ? അല്ല, വീട്ടുകാരെ അത് അറിയുകയാണ്, ഗ്രാജുവലി അറിഞ്ഞു. കാര്യം അവര് എൻ്റെ ബെഡിലൊക്കെ പരിശോധിച്ചപ്പോൾ ബൈബിള് കണ്ടെത്തുന്നു, ട്രാക്റ്റുകൾ കണ്ടെത്തുന്നു, ക്രിസ്തീയ പുസ്തകങ്ങൾ, ചെറിയ ചെറിയ ലഘു പുസ്തകങ്ങൾ കണ്ടെത്തുന്നു. ഇത് എന്നോട് ചോദിക്കുകയാണ്, ഇത് എന്തുകൊണ്ടാണ് നീ ഇത് വായിക്കുന്നത് എന്ന് പതുക്കെ എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഒരൊറ്റ മോനാണ്. അപ്പോൾ തന്നെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ഒത്തിരി ആശ്വാസം തരുന്നു, ബാക്കി എല്ലാത്തിനേക്കാളും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണിത്, അതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞവർ മനസ്സിലാക്കി, കോളേജിൽ പോകുന്നു. അന്ന് ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പോൾ ചില ക്രിസ്തീയ മീറ്റിങ്ങുകളിൽ ചെറിയ കോളേജിലൊക്കെ ഉള്ള പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുക്കണം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അവർക്ക് പ്രശ്നമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ സ്വീകരിച്ചു, വീട്ടുകാരോട് ചോദിച്ചില്ല. അപ്പോൾ എന്നെ ഉടുപ്പൊക്കെ ഒരു പരിശോധിച്ചപ്പോൾ പൂണനൂലൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർ ചോദ്യം ചെയ്തു, തിരിച്ച് ഇത് ഇടാൻ പറഞ്ഞു. ഞാൻ ടെമ്പിളിൽ പോകുന്നതൊക്കെ മതിയാക്കിയായിരുന്നു. അപ്പോൾ അത് തുടരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി അത് പറ്റത്തില്ല, എൻ്റെ ദൈവം യേശുവാണ്, യേശു ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുവാണ്. ഞാൻ മതമൊന്നും മാറിയിട്ടില്ല, പക്ഷേ എനിക്കിനി യേശുവിന് ഞാൻ ഹൃദയം കൊടുത്തു, ഇനി ഞാൻ യേശുവിനെ ആരാധിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു അപമാനം ഉണ്ടാക്കത്തില്ല, നമ്മുടെ പാരമ്പര്യവും മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ വിമർശിക്കത്തില്ല, പക്ഷെ ഞാൻ ഒരു യേശുവിൻ്റെ ഫോളോവറായിട്ട് ഈ വീട്ടിൽ തുടരും. അപ്പോൾ അത് അനുവദിക്കത്തില്ല എന്ന് വരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ വീട്ടിൽ അങ്ങനെ തുടരാൻ പറ്റത്തില്ല. നമ്മുടെ മഠം എന്നാണ് പറയുന്നത്, മഠത്തിൽ പറ്റത്തില്ല. ഒന്നുകിൽ ബൈബിളിനും യേശുവിനെയും ഉപേക്ഷിക്കുക, എന്നിട്ട് പഴയ കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് ഇവിടെ ഒരു മകനായിട്ട് ജീവിക്കുക. അല്ല എങ്കിൽ യേശു ബൈബിളും ഒക്കെ ആയിട്ട് ഭവനത്തിന് പുറത്തേക്ക് പോവുക. അങ്ങനെ ഒരു മകനെ നമുക്ക് അംഗീകരിക്കാൻ, അങ്ങനെ ഒരു മകനില്ല, അങ്ങനെ ഒരു മകനെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു ടെൻഷനിലേക്ക് വരികയാണ്. അങ്ങനെ 94 അവസാനമായപ്പോൾ വീട്ടിന് പുറത്തേക്ക് വരിക. അന്ന് വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ അപ്പം പ്രീ ഡിഗ്രിക്ക് പോയി ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത് നിർത്തലാക്കി. പിന്നെ അപ്പോൾ പഠിത്തം മുടങ്ങി. കോളേജിൽ പോകുമ്പോഴാണ് കൂടുതലും ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് വരുന്നതെന്ന് പറഞ്ഞു. അത് നിർത്തി. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തായി. അന്ന് പൂജ എല്ലാം മതിയാക്കി. അപ്പം അവിടെ നിന്നൊക്കെ ഒരു ശാന്തിക്കാർക്ക് ദക്ഷിണ ഒരു സാലറി ഒക്കെ കിട്ടുമായിരുന്നു. അതെല്ലാം മാറി, അതെല്ലാം തീർന്നു. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ല, വരുമാനം ഒന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തായപ്പോൾ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ ഈ ഒരു വിശ്വാസത്തിൽ വരുന്നതിന് ഒത്തിരി ശാപവാക്കുകളും ഒരാളും എൻകറേജ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ശാപവാക്കുകൾ, ഞാൻ നശിച്ചു പോവുകയാണെന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ആത്മാർത്ഥ ചിന്തയാണ്. പക്ഷെ എനിക്കറിയാം അതങ്ങനെ അല്ല എന്നറിയാം. പിന്നെ 25 രൂപയും ഒരു പുതിയ നിയമം, ഒരു ഇട്ട ഡ്രസ്സും വേറൊരു ഡ്രസ്സ് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാക്കി 94 അവസാനം വീട്ടിൽ നിന്ന് പോരുകയായിരുന്നു. ആ 25 രൂപയും കുറച്ച് യാത്ര ചെയ്തപ്പോൾ തീർന്നു. പിന്നെ ബാലരാമപുരത്ത് വന്ന ഒരു സ്കൂളിൽ ഒരു കൺവെൻഷൻ്റെ ഒരു പരസ്യം, ഒരു ബോർഡ് കണ്ട് അവിടെ കയറി
അവിടെ 4 ദിവസം കിടന്നു, കൺവെൻഷൻ കേട്ടു. അങ്ങനെയാണ് എൻ്റെ ക്രിസ്ത്യൻ ജീവിതം ആരംഭിച്ചത്. പിന്നെ ആ കൺവെൻഷൻ്റെ അവിടെ നിന്ന് ഒരു പാസ്റ്റർ, തിരുവനന്തപുരത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല, അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കൊല്ലം ചാത്തന്നൂരിലേക്ക് എന്നെ കൊണ്ടുവരുമായിരുന്നു. അവിടെ വന്നു. അവിടെ ഒരു 10-18 വയസ്സാവുന്നവരെ ഏകദേശം രഹസ്യമായിട്ട് തന്നെ കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു സ്വതന്ത്ര പെന്തക്കോസ്റ്റ് ചർച്ചായിരുന്നു. അവരെന്നെ സ്വീകരിച്ചു. അവിടെയാണ് ബാപ്റ്റിസം സ്വീകരിച്ചത്. സഭയുടെ ആദ്യപാഠങ്ങൾ, ഡിസൈപ്പിൾഷിപ്പ്, സുവിശേഷ വേല, അതെല്ലാം പഠിച്ചത്. അപ്പോൾ അങ്ങനെ അവിടെ 1.5 വർഷം അവിടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങളെക്കുറിച്ചൊരു നല്ലൊരു ശിക്ഷണമൊക്കെ. ഈ വീട്ടിൽ ഇറങ്ങുമ്പോൾ പുറത്താക്കപ്പെടുന്ന സമയത്ത് ഭാവിയെ കുറിച്ചൊരു ഭയങ്കര ആകുലതയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ആ ചെറിയ പ്രായത്തിൽ ഒരു ആകുലത ഇല്ലായിരുന്നോ? അത് അന്ന് യേശുവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം അത് അന്ന് ഈ മഠവും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ താമസിക്കുന്ന എൻ്റെ അമ്മയുടെ അഗ്രഹാരം വീട്, മഠം. അപ്പം അമ്മയുടെ മഠം പടിഞ്ഞാറേ മഠം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉപശാഖകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തൊരു ഒത്തിരി 10-50 വീടുകളുണ്ട്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഭൂമിയും വയലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അമ്പലത്തിൽ പോകുമ്പം തിരുമേനി, കൊച്ചുപോറ്റി, ശാന്തിക്കാരെന്നൊക്കെ വിളിക്കുന്ന ബഹുമാനമുണ്ട്. പക്ഷെ അതെല്ലാം ഈ ദൈവമില്ലാതെ, യേശു ഇല്ലാത്ത ഒരിടമായപ്പോൾ അതെല്ലാം എനിക്ക് ശൂന്യമായിട്ട് തോന്നും. അപ്പോൾ യേശുവിനെ എനിക്ക് കിട്ടിയതാണ് ഏറ്റവും മീനിങ്. അപ്പം യേശു കർത്താവ് മത്തായി 13 പറയും പോലെ ഒരു നിധി കിട്ടിയ ഒരു വയൽ. അപ്പോൾ ബാക്കി എല്ലാം വിറ്റ് ആ നിധി വാങ്ങിക്കുകയാണ്. അപ്പോൾ രക്ഷയുടെ സന്തോഷം, യേശുവിനെ കിട്ടിയത് അത്ര സന്തോഷമാണ്. അപ്പോൾ ആ യേശുവിന് വേണ്ടി എന്തും ത്യജിക്കുക, യേശുവിനെ കിട്ടുക. യേശുവിനെ കൊണ്ട് ഒരു തെരുവിൽ കിടക്കാൻ പോലും തയ്യാറായിരുന്നു. കാര്യം യേശു അതിൻ്റെ ആ സ്നേഹം, അന്നത്തെ യേശു ഞാൻ അനുഭവിച്ച, ഒരു 16-കാരനായിട്ട് ഞാൻ അനുഭവിച്ച ആ സ്വീറ്റ്നെസ് ഭയങ്കരമാണ്, രക്ഷയുടെ സന്തോഷം. അപ്പം ആ ഒരു സന്തോഷത്തിൽ ബാക്കിയുള്ള ഭാവിയെക്കുറിച്ചോ വീട്ടുകാരുടെ നഷ്ടം, അതൊക്കെ വിഷമമുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് അറിയാമായിരുന്നു. എങ്കിലും ആ യേശുവിനോടൊരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രയോറിറ്റി, ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് മറ്റ് ആശങ്കകളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ. ഈ ചാത്തന്നൂര് വന്ന് എത്ര കാലം ജീവിച്ചു, എങ്ങനെയായിരുന്നു അവിടെ നിന്നുള്ള അവിടെ ഒരു പാസ്റ്റർ മാധവൻകുട്ടി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ എന്നെ സ്വീകരിച്ചു. ഒരു സ്വതന്ത്ര പെന്തക്കോസ്ത് സഭയായിരുന്നു. അവിടെ ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു. ആ പാസ്റ്ററാണ് സ്നാനപ്പെടുത്തിയത്. പിന്നെ ദൈവവേല മനസ്സിലാക്കി, വിളി മനസ്സിലാക്കി, ദൈവവേലയ്ക്കുള്ള. അങ്ങനെ അദ്ദേഹമാണ് എന്നെ ബൈബിൾ കോളേജിലേക്ക്, എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യം ചർച്ചിൽ വരുമ്പോൾ ഈ 66 പുസ്തകങ്ങളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ അവരിങ്ങനെ റെഫറൻസ് പഴയ നിയമത്തിലൊക്കെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ ഒത്തിരി തപ്പിയിട്ടായിരിക്കും ആ വാക്യങ്ങൾ കിട്ടുന്നത്. അതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് പഠിക്കണം. ഈ ദൈവവചനം ഇത്രയും അൺറീച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിൽ യേശുവിനെ അറിയിക്കണം. അപ്പം അന്നത്തെ ചർച്ച്, പ്രത്യേകിച്ച് ഇന്നത്തെ പോലെയുള്ള ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലോ അല്ലെങ്കിൽ ഭൗതികമായിട്ട് നമുക്ക് കുറേ നല്ലൊരു ജീവിതം ലോകത്തിൽ നയിക്കുക എന്നതിനേക്കാൾ ഉപരി യേശു വരും, യേശുവിന് വേണ്ടി ഒരുങ്ങുക, ഏത് സമയവും കർത്താവ് വരാം, ഇമിനൻ്റ് പറൂസിയ. അതായിരുന്നു ചർച്ചിൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അതിന് കുറച്ച് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സമയവും കർത്താവ് വരാം, കർത്താവിൻ്റെ സുവിശേഷം നശിച്ചു പോകുന്ന ആത്മാക്കളോട് അറിയിക്കണം. ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ആൾക്കാർ വിദേശത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, വിദേശത്തെക്കുറിച്ച് ചിന്തയില്ല. ലോകത്തിന് നല്ല ഒരു സുസ്ഥിരമായിട്ടൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല. സുവിശേഷം അറിയിക്കണം, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം, വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള അങ്ങനെയുള്ള ഒരു ഫെയ്ത്താണ് എൻ്റെ ഉള്ളിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ബൈബിൾ കോളേജിൽ പോകാനായിട്ട് തീരുമാനിച്ചു, വചനം പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, ദ ബെസ്റ്റ് എന്ന് തീരുമാനിച്ചു. അങ്ങനെ പോകുമായിരുന്നു. ഓക്കെ, എവിടെയാ പഠിച്ചത്? തുടർന്നുള്ള പഠനം ആദ്യം എന്നെ വിട്ടത് 95-ലെ പുത്തൻകുരിശിലെ ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജ്. അവിടെ പഠിച്ചപ്പോൾ വീട്ടുകാർ കേസ് കൊടുത്തു.
അത് നിർബന്ധിതമായിട്ട് കൊണ്ടുപോയി അങ്ങനെയല്ല എങ്കിലും അവർക്ക് ഒരു ആരോപണം ഉയർത്തല്ലോ, അങ്ങനെ അത് മുടങ്ങിപ്പോയി. പിന്നെ രഹസ്യമായിട്ട് പായിപ്പാട് വന്ന് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ 1 വർഷം പഠിച്ചു, മലയാളം മീഡിയം. അത് കഴിഞ്ഞപ്പോൾ ലീഗലി ആയിട്ടുള്ള എല്ലാ ചലഞ്ചസും മാറി. പിന്നെ മണക്കാല പോയി, അവിടെ 4 വർഷം BTH പഠിച്ചു. പിന്നെ മണക്കാല അത് കഴിഞ്ഞ് 1 വർഷം ഉത്തരേന്ത്യയിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്തു, ഹരിയാനയിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ. അത് കഴിഞ്ഞ് വീണ്ടും BD പഠിച്ചു, അങ്ങനെ തുടരുകയായിരുന്നു. ഓക്കെ. ഈ സാധാരണഗതിയിൽ ഇങ്ങനെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു മതത്തിൽ നിന്ന് വന്ന് സുവിശേഷവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുവിശേഷ വേലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു വന്നത് സാധാരണഗതിയിൽ ഒരു മിഷൻ ഫീൽഡിലേക്കോ അങ്ങനെ തിരിഞ്ഞു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പഠനത്തോട് എങ്ങനെ ഇത്ര വലിയൊരു താല്പര്യം വന്നത്? പഠനത്തിൽ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അല്ല, അതൊരു കാര്യം, എൻ്റെ ഈ വിശ്വാസം ആരംഭിക്കുന്നത് തന്നെ പുതിയ നിയമ വായനയിലാണ്. ഞാൻ മറ്റ് ഗ്രന്ഥങ്ങൾ, ഗീത അല്ലെങ്കിൽ ഭാഗവതം, രാമായണം, അത് കർക്കിടക മാസത്തിൽ വായിക്കും. അതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് ശ്രവിച്ചിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പുരോഹിത കുടുംബത്തിലായതുകൊണ്ട്. പക്ഷെ അതൊന്നും വായിച്ച് ഞാൻ ഒറ്റ ഗ്രന്ഥങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ വായിക്കും. ഒന്നാമത് ഇത് മനസ്സിലാകത്തില്ല, പിന്നെ എനിക്ക് അത്ര ഒരു മീനിങ് തന്നിട്ടില്ല അത്. പക്ഷെ പുതിയ നിയമം എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി, എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളെ അത് തൊട്ടു. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ബൈബിളിനെ ലോകത്തിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ബൈബിള് പോലെ വേറെ ഒരു പുസ്തകവും ഇല്ല. അതൊരു മാജിക് ഓഫ് ബൈബിളാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിനെ എഴുതപ്പെട്ടതിൻ്റെ വചനത്തിൻ്റെ ആധികാരികത തെളിവുമാണ്. ഏറ്റവും ബൈബിളിൻ്റെ തെളിവ് ബൈബിളിൽ മനുഷ്യൻ്റെ എന്നെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു വായനക്കാരനല്ലായിരുന്നു ആദ്യമായിട്ട്. പക്ഷേ ഒരു മടുപ്പും കൂടാതെ ആവർത്തിച്ച് പുതിയ നിയമം 4 പ്രാവശ്യം വായിച്ചു. അത് ബൈബിള് എന്നിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ്. അപ്പോൾ വായന, കേൾവിയിലൂടെ വിശ്വാസം, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ, അങ്ങനെ വിശ്വാസം ബിൽറ്റായി. പിന്നെ വചനം പഠിച്ചപ്പോൾ, പ്രത്യേകിച്ച് മണക്കാലേക്ക് വന്ന് പഠിച്ചപ്പോൾ, ഇത് ഗ്രീക്ക് പഠിച്ചു, ഹീബ്രു പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി നല്ലൊരു വായനക്കാരനായിട്ട് മാറി. ആ ഒരു പഠനം PhD, പോസ്റ്റ് ഡോക്ടറിലൊക്കെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. സർ PhD ചെയ്തത് അമേരിക്കയിലാണ്? PhD ചെയ്ത കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഓക്കെ. പോസ്റ്റ് ഡോക്ടറിൽ അമേരിക്കയിലെ ഫുള്ളർ തിയോളജിക്കൽ സെമിനാരി. ഓക്കെ. സാർ ഏതിലായിരുന്നു PhD ചെയ്തത്? ഏത് സബ്ജക്ട് ഏതാ? എൻ്റെ മാസ്റ്റേഴ്സ് റിലീജിയനും ഫിലോസഫി, പ്രത്യേകിച്ച് ഹിന്ദുയിസത്തിലും ഒക്കെയാണ്. അത് കഴിഞ്ഞ് എൻ്റെ MA കേരള യൂണിവേഴ്സിറ്റി MTH സറാംപൂരിൽ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ PhD ഞാൻ ചെയ്തത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, മഹാരാജാസ് കോളേജായിരുന്നു എൻ്റെ റിസർച്ച് സെൻറ്റർ. അവിടെയാണ് PhD ചെയ്തത്. അത് പ്രത്യേകിച്ചും മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, അതുപോലെ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാന ആളായ സ്വാമി വിവേകാനന്ദനെ ഒത്തിരി ക്രിസ്തുവിനെ ഇവർ രണ്ടുപേരും സ്വാധീനിച്ചിട്ടുള്ളവരാണ്. അവരുടെ ക്രിസ്തു ചിന്തയെക്കുറിച്ചായിരുന്നു എൻ്റെ PhD ഗവേഷണ പഠനം. ഈ 2 മഹാന്മാരായ വ്യക്തികളുടെ ക്രിസ്തു ചിന്തകൾ അതിൽ PhD ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് ക്രിസ്തുവിനെ അടുത്തറിഞ്ഞിട്ടും ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റിയില്ല അവർക്ക്? സത്യം പറഞ്ഞാൽ ഈ ഗാന്ധിയും ഈ വിവേകാനന്ദനും ഒക്കെ തന്നെ ഈ യേശുവിലെ അവരുടെ ചിന്തകളിൽ അവർ അദ്വൈത ഒരു ചിന്താ പദ്ധതിയിലാണ് അവരുടെ ഒരു ഫിലോസഫിക്കൽ ട്രഡീഷനിൽ വരുന്നത്. അപ്പോൾ തന്നെ അവർ റിലീജിയസ് പേഴ്സണാലിറ്റി ആയിരുന്നു. അതോടൊപ്പം തന്നെ പൊതു വ്യക്തിത്വങ്ങളും ഇന്ത്യയിലെ നവോത്ഥാനത്തിനും അതുപോലെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ് ഗാന്ധി. അപ്പോൾ ഗാന്ധിജിയുടെ തന്നെ പല ചിന്തകളിലും യേശുവിൻ്റെ സ്വാധീനം വളരെ വളരെ ഡീപ്പാണ്. അത് സെർമൺ ഓൺ ദി മൗണ്ട്, പർവ്വത പ്രസംഗം, അതുപോലെ യേശുവിൻ്റെ സുവിശേഷങ്ങൾ, അതെല്ലാം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിനെ ഓപ്പണായിട്ട് ഇവർ രണ്ടുപേരും അംഗീകരിച്ചിട്ടില്ല. അതിന് ഒരു പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കുന്ന, അന്ന് ബ്രിട്ടീഷുകാർ കൊളോണിയൽ വാഴ്ച ഇന്ത്യ നടത്തുന്നു, അവർ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അവർ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ക്രിസ്ത്യാനിസം ഒരു വെസ്റ്റേൺ പാശ്ചാത്യ മതം, ഒരു കൊളോണിയ മതം, വെള്ളക്കാരുടെ മതം, അത്
ഏഷ്യയിലെ രാജ്യങ്ങളെ ഇന്ത്യക്കാരെയൊക്കെ ചൂഷണം ചെയ്യുന്ന, കൊല്ലുന്ന, ഭരണം നടത്തുന്ന അങ്ങനെയുള്ള അവരുടെ ഒരു മതമായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയെ കണ്ടത്. അപ്പം അതുകൊണ്ട് യേശുവിനോട് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിലും അന്ന് നിലനിന്നിരുന്ന ആ ക്രിസ്തീയ പശ്ചാത്തലം, മതത്തെ പ്രത്യേകിച്ച് പാശ്ചാത്യ ക്രിസ്ത്യാനിറ്റി, വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി, അതിനെ അംഗീകരിക്കാൻ അവർ ഒരിക്കലും തയ്യാറായില്ല. സാറ് ദീർഘവർഷങ്ങൾ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. അതെ. വിവിധ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും അധ്യാപകനാണ്. അതെ. ഈ അധ്യാപനം സാറിനെ എങ്ങനെ താല്പര്യത്തോടെ അത് ചെയ്യുന്നു? അതോ? ഞാൻ ഒരു 10ഓളം സെമിനാറുകളിൽ റെഗുലർ ഫാക്കൽറ്റി വിസിറ്റിംഗ് ഒക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് സെമിനാറിലാണ് കൂടുതൽ വർഷങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ 10-17 വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ 2,000 പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ അധ്യാപനം വളരെ മീനിങ് ഫുള്ളായിരുന്നു. അത് ഞാൻ എൻജോയ് ചെയ്യും. കാര്യം ഒത്തിരി യങ് മൈൻഡ്സിനെ പഠിപ്പിക്കാനായിട്ടും ഒക്കെ പറ്റും. പക്ഷേ ഇന്നത്തെ ഒരു ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷനിൽ പണ്ടൊക്കെ ഒത്തിരി പേര് വരുമായിരുന്നു. ഇന്ന് അത് കുറഞ്ഞുപോയി. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഈ പഠിക്കുന്നവരിൽ കൂടുതലും ഞാൻ കാണുന്നത് അവർ ഒരു എക്സിസ്റ്റിംഗ് ചർച്ചിൽ പെട്ടെന്ന് ഒരു പോസ്റ്റ് കിട്ടുക എന്നുള്ള രീതിയിലേക്ക്, ഒരു പ്രൊഫഷൻ കണ്ടെത്തുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്നത്തെ ഒരു സെമിനാരി വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. എന്നാൽ മിഷൻ ഫീൽഡിലേക്ക് പോകാനായിട്ട്, ഒരു പൈനിയർ വർക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഇത്രത്തോളം സിറ്റികളുണ്ട്, ഒത്തിരി ലാർജ് ആയിരക്കണക്കിന് ടൗൺസ് ഉണ്ട്, അതുപോലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു ക്രോസ് കൾച്ചറൽ മിഷണറി ആയിട്ട് പോകാൻ എല്ലാവരും പോകുന്നില്ലെന്നല്ല, വളരെ കുറച്ചൊരു പെർസെൻറ്റേജേ പോകുന്നുള്ളൂ, മറ്റുള്ളവർ പോകുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു മിഷൻ എംഫസിസ് സെമിനാറുകളിൽ വരുന്നില്ല. ഓക്കെ, അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയമാണ്. അതെ അതെ. എന്നാൽ സാർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? സത്യത്തിൽ സാറിൻ്റെ ഇപ്പോഴത്തെ പ്രോജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ സാർ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്? അപ്പം ഇപ്പം ഞാൻ 10-17 വർഷം ദീർഘമായിട്ട് ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ സെറാംപൂർ, ATA മുതലായ കോളേജസിൽ പഠിപ്പിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ദൈവം തന്നൊരു പ്രൈമറി കോളിങ് പഠിപ്പിക്കുക, അധ്യാപകനായിരിക്കുക എന്നുള്ളപ്പോൾ തന്നെ എൻ്റെ കോളിനകത്ത് ഞാൻ എപ്പോഴും റിയലൈസ് ചെയ്തുള്ളൊരു കാര്യം, ഞാൻ കൂടുതലും ഈ സൗത്ത് ഇന്ത്യയിലാണ് താമസിച്ചുള്ളതെങ്കിലും എനിക്കൊരു വലിയൊരു മിഷൻ സ്പിരിറ്റ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു സെമിനാരി ക്യാമ്പസുകൾ, നമ്മുടെ ഇന്ത്യയിലെ സെമിനാരികളുടെ ക്യാമ്പസൊക്കെ വളരെ മനോഹരമാണ്. അപ്പം അതുപോലെ നല്ല ഗാർഡനിങ് ചെയ്യുകയും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുള്ള ബിൽഡിങ്ങുകൾ വയ്ക്കുകയും, ഞാൻ NTC ഡെറാഡൂണിലായിട്ടുണ്ട്, ഉദയ്പൂർ, ഫിലദൽഫിയ പഠിപ്പിച്ചിട്ടുണ്ട്, കുമ്പനാട് പഠിപ്പിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ. പക്ഷേ അങ്ങനെയുള്ളൊരു മനോഹരമായ ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിൽ ക്വാർട്ടേഴ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം റെഗുലറായിട്ടൊരു സാലറി ഉണ്ട്, ഒക്കെ ഉള്ള ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ കംഫർട്ടബിളായിട്ട് ജീവിക്കാം. പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു സ്പിരിറ്റിൽ അതിനകത്ത് മാത്രം ജീവിക്കാനായിട്ട് എൻ്റെ സ്പിരിറ്റ് എന്നെ അനുവദിക്കാറില്ല. അപ്പോൾ എനിക്ക് ഈ ഗ്രാമങ്ങളിലും ഇന്ത്യയുടെ പട്ടണങ്ങളിലും എപ്പോഴും എനിക്ക് കാര്യം, ഞാൻ ബൈബിൾ കോളേജിലേക്ക് എന്നെ പറഞ്ഞയക്കുമ്പോൾ തന്നെ എൻ്റെ സഭയും എൻ്റെ പാസ്റ്ററും എൻ്റെ പ്രൈമറി വിശ്വാസം എനിക്ക് തന്നത് സുവിശേഷം പറയണം, വിറ്റ്നസ് ആകണം, യേശുവിൻ്റെ ഒരു സാക്ഷിയാകണം, സുവിശേഷം പറയണം എന്നുള്ള ഒരു വലിയ എംഫസിസ് എൻ്റെ ലൈഫിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിളി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വർഷത്തിൽ, പ്രത്യേകിച്ച് ഈ തിരുവല്ലായിൽ നിന്ന് ഉത്തരേന്ത്യയിലോട്ട് പോകുന്ന മിക്ക ട്രെയിനിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. ആദ്യം പോയത് 97-ലാണ്, കാശ്മീരിലാണ് പോയത്, ഹിമസാഗർ എക്സ്പ്രസ്സിൽ. അപ്പോൾ അങ്ങനെ മിക്ക സെമിനാരി പഠിക്കുമ്പോൾ തന്നെ അവധി സമയങ്ങളിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത കാലഘട്ടം, ആ 2 മാസവും ഞാൻ മിഷൻ ഫീൽഡിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ ദൈവദാസന്മാർ വാടകയ്ക്ക് താമസിക്കുന്നു, ചെറിയ വരുമാനത്തിൽ മിഷൻ സപ്പോർട്ടും ഉണ്ട്, അവർ കുടുംബം പുലർത്താൻ പറ്റത്തില്ല, വാടക കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കിലോമീറ്ററുകൾ നടന്നും സൈക്കിളിൽ, ബസ്സിൽ യാത്ര ചെയ്ത്, കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ യാത്ര ചെയ്ത് സുവിശേഷ വേല ചെയ്യും. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. ഒരു ദിവസം 80 കിലോമീറ്റർ വരെ ഞാൻ നടന്നിട്ടുണ്ട്. അനേക പ്രാവശ്യം 10-40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വേല ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു വർഷം
ഒരു 1350 രൂപ സപ്പോർട്ട് മേടിച്ചുകൊണ്ട് എൻ്റെ BTH കഴിഞ്ഞ് ഞാൻ മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10-17 സംസ്ഥാനങ്ങൾ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മുതൽ കൽക്കട്ട വരെ, വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് ബാക്കി ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ഉള്ള ആ ലൈഫ് സിറ്റുവേഷൻസ്, ഗ്രൗണ്ട് റിയാലിറ്റീസ് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ 33 പതിറ്റാണ്ടിലെ ക്രിസ്ത്യ ജീവിത സുവിശേഷ വേലയും കൊണ്ടൊരു 7 ലക്ഷം പേരോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറയാൻ, എൻ്റെ ടെസ്റ്റിമണി പറയാനും പുതിയ വിശ്വാസികളെ കാണാനും ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം, മിഷൻ ഫീൽഡിൽ വേല ചെയ്യുന്ന ഒത്തിരി പേര്, പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിൽ ചെയ്യുന്ന ആൾക്കാർ അൺട്രെയിൻഡ് പാസ്റ്റേഴ്സാണ്. അവർ ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യാനിയായിട്ട് അവർ മറ്റ് മതഭാഗങ്ങളിൽ നിന്ന്, ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ഒക്കെ അവർ വിശ്വാസത്തിൽ വരും. എന്നിട്ട് അവർ വിശ്വാസത്തിൽ വരുമ്പോൾ ഒരു 40-50 വയസ്സൊക്കെ ഒരു, പക്ഷെ അതിൽ കൂടുതലായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ വിളി കേട്ട് അവർ വേലയ്ക്ക് ചർച്ചുകളുടെ പാസ്റ്റർമാരായിട്ട് മാറും. അപ്പോൾ മിഷൻ ഓർഗനൈസേഷൻ ചെയ്യുന്നത് ഒരു 6 മാസം, 1 വർഷത്തേക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ബൈബിള് ഒരു 10-13 വർഷം സെമിനാറുകളിൽ താമസിച്ച് പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഒരു 6 മാസത്തെ കോഴ്സ് കൊണ്ട്, 1 വർഷത്തെ കോഴ്സ് കൊണ്ട് അവർക്ക് ആഴമായിട്ടൊരു ദൈവശാസ്ത്ര അടിത്തറ ഉണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് അവർ നടത്തുന്ന സഭകൾക്ക്, പ്രത്യേകിച്ച് പുതിയ സഭകൾക്ക്, ഒരു ബൈബിളിൽ ഒരു അടിത്തറ, ഒരു ക്രിസ്തീയ ഇത്രയും നാളത്തെ ഒരു വിദ്യാഭ്യാസം, ഒരു ട്രഡീഷനുണ്ട്. പ്രത്യേകിച്ച് യേശു പറഞ്ഞത് നിങ്ങൾ പഠിപ്പിച്ച് അവരെ ശിഷ്യരാക്കാനാണ്, ടീച്ച് ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. അപ്പോൾ ആ ഒരു ടീച്ചിങ് എലമെൻറ്റ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒരു വേദാധ്യാപകനായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു 10ഓളം സ്ഥലത്ത് ഇതുപോലെയുള്ള അൺട്രെയിൻഡ് പാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു വർഷം, പ്രത്യേകിച്ച് കോവിഡിന് മുമ്പൊക്കെ, ഒരു വർഷത്തിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ഉത്തരേന്ത്യ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരെല്ലാം ക്ലാസ് എടുത്തപ്പോൾ അവർ എന്നോട് ചോദിക്കും, സാറേ ഞങ്ങളെ റെഗുലറായിട്ട് പഠിപ്പിക്കാം, ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളെ ഇതുപോലുള്ള പഠിപ്പിക്കുന്ന മെറ്റീരിയലുകളില്ല, ഞങ്ങൾക്കത് ഉണ്ടാക്കി തരാമോ, പഠിപ്പിച്ച ശേഷം ഞങ്ങൾക്ക് നോട്ട്സ് തരാമോ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി, സെമിനാരിയുടെ നിലനിൽക്കുന്ന ഒരു കരിക്കുലം അവർക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അവരുടേതായ ഒരു നോൺ ഫോർമൽ, ഇൻഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള കുറച്ച് മെറ്റീരിയൽസ് വേണം, അത് അവരുടെ ഭാഷ വേണം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി. അങ്ങനെ ഒരു 5 വർഷത്തോളം അത് വേണമെന്നുള്ള ഒരു ബോധ്യം, ഒരു നീഡ് എനിക്ക് ഈ മിഷൻ ഫീൽഡിൽ നിന്നുണ്ടായി. അപ്പോൾ തന്നെ ഒരു ഷിഫ്റ്റ് ദൈവം എനിക്ക് തന്നു. ഒരു ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് നോൺ ഫോർമൽ ട്രെയിനിങ്, ഒരു കുറച്ചുകൂടെ സെമിനാറുകളിൽ നിന്നും അതിൻ്റെ ഒരു ചട്ടവട്ടങ്ങളിൽ നിന്നും കുറച്ചുകൂടെ നോൺ ഫോർമലായിട്ട് അനൗപചാരികമായിട്ടുള്ള ദൈവശാസ്ത്ര വിദ്യാഭ്യാസം, മിഷൻ ഫീൽഡിലുള്ള പാസ്റ്റേഴ്സിനെ, പുതിയ വിശ്വാസികളെ പഠിപ്പിക്കുക, ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു സാർ? എന്താ സാറിൻ്റെ പ്രോജക്റ്റ്? പ്രത്യേകിച്ച് ഞാൻ ഈ 2022 ശേഷം ഞാൻ എൻ്റെ ഫുള്ളർ തിയോളജിക്കൽ സെമിനാരി പോയിട്ട് വന്ന ശേഷം അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉണ്ടായി, എന്താണ് ഇനി ചെയ്യേണ്ടത്? കാര്യം ഈ സമയം എപ്പോഴും നമ്മളെല്ലാ മനുഷ്യരും ടൈം ആൻഡ് സ്പേസിലാണ് ജീവിക്കുന്നത്. അപ്പം എനിക്ക് തന്നെ ഒരു 40-47 വയസ്സാകുന്നു. ഇപ്പോൾ 10-17 വർഷങ്ങൾ സെമിനാരിയിൽ ഞാൻ പഠിപ്പിച്ചു. ആ പഠിപ്പീര് ഞാൻ എൻജോയ് ചെയ്യുന്നു. എന്നാലും ഇങ്ങനെ ഒരു നീഡ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാസ്റ്റേഴ്സ്, ലക്ഷക്കണക്കിന് ഹൗസ് ചർച്ചസ്, അവർക്ക് ഒരു വചനത്തിൻ്റെ ദൗർലഭ്യമുള്ള ഒരവസ്ഥ, അത് വളരെ ആഴമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ട്, പ്രത്യേകിച്ച് ഞാനും ഒത്തിരി ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടി ഒരു ലിറ്ററേച്ചർ ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവിടെ വന്ന് 2022 ശുഭ സന്ദേശ അധ്യയനം എന്ന് പറഞ്ഞ ഒരു ടീം ഉത്തരേന്ത്യക്ക് വേണ്ടി രൂപീകരിച്ചു. അപ്പോൾ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും കുറച്ച് സ്നേഹിതരും കൂടെ അതിനോട് ചേർന്ന് ഒരു ടീമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഹിന്ദി പുസ്തകങ്ങൾ
എഴുതുക. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു കരിക്കുലം ഉണ്ടാക്കി 40-41 കോഴ്സുകൾ അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത് അങ്ങനെ അതുപോലെയുള്ള ദൈവശാസ്ത്ര മേഖലയിൽ അതിന് ഫോക്കസ് ചെയ്യുന്ന ഈവൻ ഡോക്ടർ ജെയ്സൺ തോമസ്, ഡോക്ടർ ജെസ്സി ജെയ്സൺ, മേസ ഗ്ലോബൽ, അങ്ങനെയൊക്കെയുള്ള പല സംഘടനകൾ ദൈവശാസ്ത്ര നോൺ ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാലം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ സെമിനാരി അല്ല, സെമിനാരിക്ക് അപ്പുറം പോകേണ്ടതുണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന് വന്നിട്ടുണ്ട്. ആ രീതിയിൽ അവരോടൊക്കെ ചേർന്നുകൊണ്ട് ശുഭസന്ദേശ അധ്യയൻ എന്നുള്ള ഒരു ടീം രൂപീകരിച്ചു. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് 22 ലാംഗ്വേജ് ഉണ്ട് ഇതിനകത്ത്. എന്നാൽ ഇന്ന് സെമിനാരി വിദ്യാഭ്യാസം നടക്കുന്നത് 90% ഇംഗ്ലീഷിലാണ്. പലപ്പോഴും ഇംഗ്ലീഷിലുള്ള ഈ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ കുറച്ച് അക്കാഡമിക്കായിട്ട് മാറുന്നുണ്ട്, മിഷണലല്ല. മിഷണൽ എംഫസിസ് വളരെ കുറവാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് മിഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, അതോടൊപ്പം തന്നെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് പാസ്റ്റേഴ്സായിട്ട് വന്ന് വിശ്വാസികളായിട്ട് വന്ന് അവർക്ക് പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ലളിതമുള്ള ഒരു സിലബസ് ഉണ്ടാക്കി, സബ്ജക്ട്സ് ഉണ്ടാക്കി, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹിന്ദി ഭാഷയിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതുക. ആ പുസ്തകങ്ങൾ ഉപയോഗിച്ച് ഒത്തിരി ഹിന്ദി ബെൽറ്റിൽ അവിടെയുള്ള സഭകൾ, മിഷൻ ഓർഗനൈസേഷൻസ് ചേർന്നുകൊണ്ട് ക്ലാസ്സുകൾ നടത്തുക. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 1910 എഡിൻബറ കോൺഫറൻസ്, 1 നൂറ്റാണ്ട് മുമ്പ് മിഷന്മാർ കൂടിയപ്പോൾ തന്നെ അവർ പറഞ്ഞു, മിഷൻ വളരെ മുമ്പോട്ട് പോകണമെങ്കിൽ തദ്ദേശീയ ഭാഷകളിൽ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ ഉണ്ടാകും. 2024 സോളിൽ നടന്ന ലുസാൻ കോൺഗ്രസ്, ബില്ലി ഗ്രഹാമിൻ്റെയൊക്കെ 50 വർഷമായിട്ട് ഇപ്പം അവരും ഗ്രേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ ആഗോളപരമായിട്ട് അവർ പറയുന്നത് കോണ്ടെക്സ്റ്റൽ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ, തദ്ദേശ ഭാഷകളിലുള്ള ക്രിസ്ത്യൻ ലിറ്ററേച്ചർ ഇല്ല. അപ്പോൾ ഹിന്ദി സ്പീക്കിംഗ് ഇന്ത്യയിൽ ഹിന്ദി 40% ആൾക്കാർ. അപ്പോൾ ഏറ്റവും ലോകത്തിലെ വലിയ മിഷൻ ഫീൽഡ് ഇന്ത്യയാണ്. 60 കോടി ആൾക്കാർ ഹിന്ദി തന്നെ സംസാരിക്കും. പല മെറ്റീരിയൽസും ഉണ്ട്, പക്ഷേ എങ്കിലും ആപ്റ്റായിട്ടുള്ള പലർക്കും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ടാവും. ഞങ്ങൾ ആദ്യം ഇറക്കിയ പുസ്തകം ഈ ബൈബിൾ കാ സാമാന്യ പരിചയം എന്നുള്ള പുസ്തകമാണ്. ബൈബിളിനെ കുറിച്ച് എന്താണ് ബൈബിൾ, ഇന്ത്യയിൽ അനേക വിശുദ്ധ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങളൊക്കെ ഉള്ളപ്പോൾ ബൈബിളിൻ്റെ പ്രത്യേകത എന്താണ്, ബൈബിൾ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു, എത്ര പുസ്തകമുണ്ട്, ആരൊക്കെയാണ് എഴുത്തുകാരെന്നുള്ളത് ഒരു ഹിന്ദിയിൽ ഞങ്ങൾ ഇറക്കി. പിന്നെ അടുത്ത ഒരു പുസ്തകം ഇറക്കിയത് ഈ പഴയ നിയമത്തെ പുതിയ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹിന്ദിയിൽ പവിത്രശാസ്ത്ര ബൈബിളുണ്ട്, എങ്കിലും അതിലെ 39 പുസ്തകവും എങ്ങനെയാണ് ഓരോ പുസ്തകത്തെയും പഠിക്കേണ്ടെന്നുള്ള ഒരു സർവേ പോലെ, പുരാന നിയമ സർവേക്ഷൻ, പിന്നെ നയാ നിയമ സർവേക്ഷൻ, ഈശു മസീക ജീവൻ ഓർ സേവ, അങ്ങനെയുള്ള ഒരു 10-14 പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുസ്തകം ഇറക്കുക മാത്രമല്ല, ആ പുസ്തകം ഉത്തരേന്ത്യയിലെ ആൾക്കാരെ കൊണ്ട് അത് ഭാഷ പരിവർത്തനം ചെയ്യിച്ച് അത് പ്രൂഫ് റീഡ് ചെയ്ത് ഇത് ഞങ്ങൾ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഒരു പ്രൊഫസർ തന്നെ അത് സബ്ജക്റ്റ് പ്രൊഫസർ റിവ്യൂ ചെയ്ത് ഭാഷയെല്ലാം ശുദ്ധീകരിച്ച് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അത് ഉത്തരേന്ത്യയിലെ പല സഭകൾക്കും മിഷൻ ഓർഗനൈസേഷനും നമ്മൾ കൊടുത്ത് ഒരു വീടുകളിൽ, ചർച്ചുകളിലൊക്കെ 10-20 പേരെ കൂട്ടി, അതുപോലെയുള്ള പാസ്റ്റേഴ്സിനെ, അൺട്രെയിൻഡ് പാസ്റ്റേഴ്സിനെ കൂട്ടി അവർക്ക് ക്ലാസ് കൊടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയൊരു ചലഞ്ച് നമുക്ക് ലീഡേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഒത്തിരി പുതിയ സഭകൾ, ആത്മാക്കൾ വിശ്വാസത്തിൽ വരും. അപ്പോൾ അവർക്ക് പഴയ കാലത്ത് മിഷണന്മാരെല്ലാം വന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു, എങ്കിലും ബൈബിൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ലളിതമായ ലിറ്ററേച്ചർ ഇല്ല. അതിപ്പോൾ കർണാടകയിലാണേലും മറാത്തിയിലാണേലും ഗുജറാത്തിയിലാണേലും ഒക്കെ ഇതുപോലെയുള്ള തദ്ദേശീയമായ ദൈവശാസ്ത്ര ട്രെയിനിങ്, അതേ ഭാഷകൾ തുടങ്ങുക, അതുപോലെയുള്ള ലിറ്ററേച്ചർ ഉണ്ടാകുക എന്നുള്ളത് ഇന്ത്യയിൽ വളരെ പിന്നിലോട്ടാണ്. ഇന്ത്യയിലെ ദൈവശാസ്ത്രജ്ഞന്മാർ പല ടീച്ചേഴ്സും മിക്കവരും എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. എന്നാൽ ഇന്ത്യയുടെ ഒരു മിഷൻ ചർച്ചിന് ആവശ്യമായിരിക്കുന്ന ഇതുപോലെയുള്ള സപ്പോർട്ടീവ് മെറ്റീരിയൽസ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ 22 ഭാഷകളുണ്ട്.
അതിലൊക്കെ ബൈബിൾ വന്നിട്ടുണ്ട്. പക്ഷേ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്ന, ക്രിസ്ത്യ ജീവിതത്തിൽ വളരാൻ പറ്റുന്ന അൺട്രെയിൻഡ് പാസ്റ്റേഴ്സിന് എല്ലാവർക്കും സെമിനാരി വരാൻ സാധ്യമല്ല. അപ്പോൾ അവർക്ക് അവിടെ തന്നെ അവരവരുടെ സ്ഥലങ്ങളിൽ അവർക്ക് ഒരു ക്യാപ്സ്യൂളായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലിറ്ററേച്ചർ ട്രെയിനിങ്, നോൺ ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എല്ലാ, ഹിന്ദി മാത്രമല്ല, ബാക്കി ആസാമീസ് ഉണ്ട്, ബംഗാളി ഉണ്ട്, തെലുഗുണ്ട്, മറാത്തി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്. ആ ഭാഷകളിലൊക്കെ ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഉണ്ടാകണമെന്നാണ് ഈ ശുഭസന്ദേശ അധ്യയൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ടീമായിട്ട് അത് ഡിസ്കസ് ചെയ്യുകയും എഴുതുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ക്ലാസ്സുകൾ അത് ആരംഭിക്കുകയും അത് തുടരുകയും ചെയ്യുന്നു. അതാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അൺട്രെയിൻഡ് പാസ്റ്റേഴ്സിന്, പുതിയ വിശ്വാസികൾക്ക് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക. അത് മുഖാന്തരം ലോക്കൽ സഭകളെ തദ്ദേശീയ ഭാഷകളിൽ ശക്തീകരിക്കുക, വചനം കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുക, വചനത്തിൻ്റെ ദൗർലഭ്യം മാറ്റുക, ബൈബിൾ നല്ലവണ്ണം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞു. ഒരു കാത്തലിക് രീതിയിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന ടെസ്സി വർഗീസ് ആണ് എൻ്റെ ഭാര്യ. എൻ്റെ വൈഫ് ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മോള് ദർശ, മോന് ഡെറിക്ക്. ഞങ്ങൾ കുടുംബമായിട്ട് തിരുവല്ലയിൽ പാർക്കുന്നു. അതാണ് എൻ്റെ കുടുംബം. എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. AD 52 സെൻറ് തോമസ് വന്നത് മുതൽ ഒരു ഭാരതത്തെ സുവിശേഷീകരിക്കാനുള്ള വിവിധങ്ങളായ ശ്രമങ്ങളാണ് നടക്കുന്നത്. എങ്കിലും ഭാരതത്തിൽ ഇപ്പോഴും നാം നോക്കുമ്പോൾ അൺറീച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ അധികമാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിട്ട് ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഭാരത സുവിശേഷീകരണം നമുക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. അത് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ്. യേശുവിനെ അറിഞ്ഞു, ആ യേശുവിൻ്റെ സ്നേഹം ഭാരതത്തെ അറിയിക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആഴമായ ശ്രമം, പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചിന്താഗതികൾ നമുക്ക് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമാണ്. അപ്പം പ്രത്യേകിച്ച് സുവിശേഷീകരണ എഫർട്ടുകൾ, മിഷൻ പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വചനം പറഞ്ഞ് വിശ്വാസത്തെ കൊണ്ടുവരിക മാത്രമല്ല, വരുന്ന ആൾക്കാരുടെ എക്സിസ്റ്റിംഗ് ചർച്ചസ്, വിശ്വാസികളുടെ ക്വാളിറ്റി, അവരുടെ ബൈബിളിലുള്ള അടിസ്ഥാനം, ദൈവത്തിലുള്ള വളർച്ച, ദൈവവചനത്തിൻ്റെ ഒരു സുലഭമായ ലഭ്യമാക്കൽ, അവരവരുടെ ഭാഷകളിലേക്ക് അത് എത്തിക്കുക എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ സഭകളെ നയിക്കാനായിട്ടുള്ള ലീഡേഴ്സ്, അവരെ ട്രെയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഭാരത സുവിശേഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിനുവേണ്ടി ഓരോ ദിവസവും ഓരോ നിമിഷവും എന്തൊക്കെ ചെയ്യാം എന്നുള്ള ചിന്തകളാൽ മാത്രമാണ് ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഭ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 30 വർഷമായിട്ട് ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ആക്റ്റീവായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു 90കളിലുണ്ടായിരുന്ന പെന്തക്കോസ്റ്റ് ചർച്ചിലുണ്ടായിരുന്ന മിഷണൽ ഫോക്കസ് ഇന്ന് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഭയുടെ ശ്രദ്ധ മറ്റ് പല കാര്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം പ്രത്യേകിച്ച് ഒന്ന് ഉണരണം. നമ്മുടെ ലോകസ്നേഹം ഒത്തിരി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കാര്യങ്ങൾ മാറണം. സഭ കർത്താവിലേക്ക് മടങ്ങി വരണം. സുവിശേഷം അറിയിക്കുന്നത് സഭയുടെ പ്രൈം ഡ്യൂട്ടിയായിട്ട് മാറണം. അപ്പോൾ സുവിശേഷം അറിയിക്കുക മാത്രമല്ല, അങ്ങനെയുള്ള സഭകൾക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, ലോക്കൽ ലീഡേഴ്സ് ട്രെയിനിങ് തുടങ്ങുക, തദ്ദേശീയ ഭാഷകളിൽ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ, സീരിയസോടെ, സ്ട്രാറ്റജിക്കായിട്ട് ഇന്ത്യൻ മിഷനിൽ നമ്മുടെ സഭയ്ക്ക് ഇടപെടാൻ കഴിയണം എന്നുള്ള ഒരാഗ്രഹമാണ് എനിക്ക് നമ്മുടെ സഭകളോട് പങ്കുവയ്ക്കാനുള്ളത്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഡോക്ടർ പി.ടി. സുബ്രഹ്മണ്യന്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ സംബന്ധമായി
അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ അദ്ദേഹം നമ്മളോട് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ശുഭ സന്ദേശ് അധ്യായൻ എന്ന പേരിൽ വിശാലമായ ഹിന്ദി മേഖലയിലെ സാധാരണക്കാരായ വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും പ്രയോജനപ്പെടുന്ന പഠന സംവിധാനം അദ്ദേഹം ഒരുക്കുന്നു. അതിനുവേണ്ടിയുള്ള ലെസൺസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹം വിശദമാക്കി കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി മാറണം. നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒപ്പം അദ്ദേഹത്തിന്റെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ പല നിലകളിൽ നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകാൽ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഈ ടെക്സ്റ്റ് ബുക്കുകൾ തങ്ങളുടെ മേഖലകളിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. താല്പര്യമുള്ളവർ അദ്ദേഹവുമായി ബന്ധപ്പെടുക. ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ അനുഗ്രഹമാകട്ടെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.